നഭസിലേക്കുള്ള യാത്രയിലാണ് ശിവ. അപ്പുവിനൊപ്പം ആദിയും ഉണ്ടായിരുന്നു അവളുടെ കൂടെ. അപ്പു വന്നാൽ ഞാനും വരുമെന്ന് പറഞ്ഞ് ചെക്കൻ അടികൂടിയപ്പോൾ ശിവയാണ് അവനെയും കൂടെ കൂട്ടിയത്. മുത്തശ്ശിയുടെ നിർബന്ധത്തിന്റെ പുറത്ത് പുതിയൊരു കാഞ്ചീപുരം പട്ടുസാരിയും അത്യാവശ്യം ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞിട്ടുണ്ട് ശിവ. വാമികയാണ് അവളെ ഒരുക്കി വിട്ടത്. ഇതെന്താ കുമാരേട്ടാ ഇവിടെ? കാർ ഒരു ടെക്സ്റ്റൈൽസിലോട്ട് തിരിയുന്നത് കണ്ട ശിവ മനസ്സിലാവാതെ കുമാരനോട് ചോദിച്ചു. മാണിക്യമംഗലത്തെ ഡ്രൈവറാണ് കുമാരൻ. നമ്മുടെ മുത്തച്ഛൻ ശേഖരവർമ്മയുടെ വലം കൈ എന്ന് വേണമെങ്കിൽ പറയാൻ. ഇങ്ങോട്ട് ആദ്യം വരാനാ കുഞ്ഞെ വൈഭവ് മോൻ പറഞ്ഞിരുന്നേ, കുമാരേട്ടൻ പറഞ്ഞു. ശിവയ്ക്ക് സംശയം തോന്നി. ഇതെന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ എന്നവൾ ആലോചിച്ചു. ശിവയും ആദിയും അപ്പവും ടെക്സ്റ്റൈൽസിനുള്ളിലേക്ക് കയറിയതും അവരെ കാത്തു എന്ന പോലെ സിദ്ധു അവിടെ ഉണ്ടായിരുന്നു. മംഗലത്ത് ടെക്സ്റ്റൈൽസ് ആണ് അത്. സിദ്ധാർത്ഥ് സാർ? അല്ല, സാറെന്താ ഇവിടെ? അതെന്താടോ അങ്ങനെ ഒരു ചോദ്യം? നിങ്ങളുടെ മംഗലത്തെ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ എനിക്കും വന്നൂടെ? ഏയ്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. സാറിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ എന്നോടെന്തിനാ ഇവിടെ വരാൻ ഡോക്ടർ പറഞ്ഞേ? തൻ്റെ ഡോക്ടർ അവൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ആദ്യമായി വിരുന്നിന് പോകുമല്ലേ. സോ ഭാര്യയുടെ വീട്ടിലുള്ളവർക്കെല്ലാം അവൻ്റെ വക ഒരു ഗിഫ്റ്റ്. അവർക്കെല്ലാം ഇവിടുന്ന് ഡ്രസ്സ് എടുക്കണം. അതിനാണ് എന്നെ ഇവിടെ നിർത്തിയത്. ചിരിയോടെ സിദ്ധു പറയുന്നത് കേട്ടതും ശിവയുടെ ഉണ്ടക്കണ്ണ് ഒന്ന് തള്ളിപ്പോയി. അമ്പരന്ന് നിൽക്കണ്ടടോ, പറഞ്ഞത് സത്യ. താൻ ചെന്ന് ഡ്രസ്സ് നോക്ക്. ദാ ഈ സ്റ്റാഫ് തൻ്റെ കൂടെ വരും. സിദ്ധു അവളുടെ തോളിലൊന്ന് തട്ടി പറഞ്ഞു. അവൻ കാണിച്ചു തന്ന 2 സ്റ്റാഫുകളുടെ കൂടെ പോയി. അവരുടെ കൂടെ പോയ ശിവയെ ഒന്ന് നോക്കി തിരിയുമ്പോഴാണ് സിദ്ധു അടുത്ത് നിൽക്കുന്ന അപ്പുവിനെ കാണുന്നത്. ഓ, ഈ കുട്ടി പിശാച് ഉണ്ടായിരുന്നോ കൂടെ? അപ്പുവിനെ കണ്ടതും സിദ്ധുവിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. എന്താ സിദ്ധ ആലോചിച്ചേ? ഏട്ടത്തിയമ്മയുടെ കൂടെ ഞാൻ വന്നത് ഇഷ്ടമായില്ലേ എൻ്റെ സിദ്ധുവിനും? കൈ രണ്ടും പിറകിലേക്ക് പിടിച്ച് അവൻ്റെ അടുത്തേക്ക് കുറച്ച് ചേർന്ന് നിന്ന് അപ്പു ചോദിച്ചു. ദേ പെണ്ണെ, പബ്ലിക് പ്ലേസ് ആണ്, ബിഹേവ് യുവർ സെൽഫ്. സിദ്ധു ഒന്ന് ചുറ്റിനും നോക്കി അവളോട് ചൂടായി. പബ്ലിക് പ്ലേസ് ആണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ചുമ്മാ എൻ്റെ സിദ്ധുവിൻ്റെ അടുത്ത് നിന്നതല്ലേ. ഞാൻ ഇങ്ങനെ നിന്നാൽ സിദ്ധുവിന് എന്താ കൺട്രോൾ പോകുമോ? അവനെ തൊട്ടില്ലെന്ന പോലെ നിന്ന് അവന് നേരെ മുഖം പൊക്കി അപ്പു പതിയെ പതിഞ്ഞ ശബ്ദത്തിൽ അത് ചോദിച്ചതും സിദ്ധു ഒന്ന് ഉമിനീരിറക്കി. സിദ്ധുവേട്ടാ, പെട്ടെന്ന് ആദി അവനെ കൈപ്പൊക്കി വിളിച്ചോണ്ട് വന്ന്. ആദി ഡാ. ആദിയുടെ വിളികേട്ട സിദ്ധു പെട്ടെന്ന് ഞെട്ടി അപ്പുവിൽ നിന്ന് മാറി. അപ്പു ചുണ്ടുകൂട്ടി ഒന്ന് ചിരിച്ചിട്ട് ശിവയെ തപ്പി ഓടി. നബസിൽ എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് എടുക്കാൻ അപ്പവും ആദിയും മത്സരിച്ച് നിന്നു. അവർ രണ്ടുപേരും ശിവയോട് ഓരോരുത്തരുടെ പ്രായവും മറ്റും ചോദിച്ചു ഓരോന്നെടുത്തു. അപ്പോഴും ശിവ വലിയ താല്പര്യമില്ലാതെ കൂടെ നിന്നു. കാരണം അവൾക്കറിയാമായിരുന്നു സിദ്ധു പറഞ്ഞത് കള്ളമാകുമെന്ന്. ഡോക്ടർ ഒരിക്കലും പറഞ്ഞു കാണില്ല ഈ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കാര്യം. സാർ അത് കയ്യിൽ നിട്ടതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പാക്കറ്റെല്ലാം വണ്ടിയിൽ വെച്ച് അവർ ഇറങ്ങാൻ തുടങ്ങി. എനിക്കറിയാം ഇതെല്ലാം വാങ്ങാൻ ഡോക്ടർ സാറിനോട് പറഞ്ഞിട്ടില്ലെന്ന്. ഡോക്ടർക്ക് ഞാനൊരു ജോലിക്കാരിയാണെന്ന് സാറിന് അറിയാമല്ലോ. പിന്നെന്തിനാ എന്നോടത് ഒളിക്കുന്നത്? അപ്പവും ആദിയും കവറുകളുമായി മുൻപേ നടന്നതും ശിവ സിദ്ധുവിനോടൊന്ന് ചോദിച്ചു. സിദ്ധു ഒരു ചിരിയോടെ അവൻ്റെ ഫോൺ തുറന്ന് അതിൽ നിന്നൊരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്തു. സിദ്ധ, ശിവാമിയും ഞാനും ഇന്ന് അയാളുടെ വീട്ടിൽ പോകുക. എന്തോ വിരുന്നോ അങ്ങനെ മറ്റോ. എനിക്കിന്ന് ഒരു എമർജൻസി കേസുണ്ട്. സോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റാവും. സോ നീ രാവിലെ അവളെയും കൂട്ടി നമ്മുടെ ടെക്സ്റ്റൈൽസിൽ ചെന്ന് അവളുടെ അച്ഛനും ബാക്കി അവിടെ ഉള്ളവർക്കുമുള്ള ഡ്രസ്സ് എടുപ്പിക്കണം. ഇനിയിപ്പോൾ എനിക്കെത്താൻ പറ്റിയില്ലെങ്കിലോ? ആ പെണ്ണ് എന്നെ ഇനി അതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യും. അതുകൊണ്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്, ഓക്കെ? ഫോണിൽ ഡോക്ടറുടെ ശബ്ദം കേട്ടതും ശിവയുടെ കണ്ണൊന്ന് തിളങ്ങി. അവളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു തൂവി. കേട്ടല്ലോ, ഇതാണ് എൻ്റെ വിച്ചു. ശിവാമി, തനിക്കറിയോ, അവൻ ഒന്നിനെയും ആരെയും അങ്ങനെ കെയർ ചെയ്യില്ല. അല്ലെങ്കിൽ അവൻ കെയർ ചെയ്യുന്നതായി പുറത്ത് കാണിക്കുക പോലുമില്ല. പക്ഷേ അവന് വേണ്ടപ്പെട്ടവർക്ക് അവൻ എപ്പോഴും വാല്യൂ നൽകും. അത് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നവനാണോ ഞാൻ. പതിയെ തനിക്കും അത് മനസ്സിലായിക്കോളും, സിദ്ധു പറഞ്ഞു. ശിവ ഒന്നും മിണ്ടിയില്ല. പോവുക എന്ന് അവനോട് പറഞ്ഞ് മുന്നോട്ട് നടന്നു. സിദ്ധാർത്ഥ് സാർ? സാറാണെന്ന് എൻ്റെ ഫോണിലേക്ക് ആ മെസ്സേജുകളും ന്യൂസുമൊക്കെ ഇട്ടത് എന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടുകാരൻ്റെ നല്ല വശം കാണിച്ചു തരാൻ ഇതുപോലെ ഓരോന്ന് ഇനിയും കള്ളത്തരത്തിൽ എന്നെ കാണിക്കണമെന്നില്ല. അല്ലാതെ തന്നെ എനിക്കറിയാം കടുംപിടുത്തക്കാരനായ മാണിക്യമംഗലത്തെ വൈഭവ് വർമ്മയ്ക്ക് മറ്റൊരു മുഖമുണ്ടെന്ന്. എല്ലാവർക്കും മുന്നിലും ഒളിഞ്ഞു നിൽക്കുന്ന ആ മുഖം ഈ ശിവാമി വെളിയിൽ കൊണ്ടുവരും. മുൻപോട്ട് നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി സിദ്ധുവിനോട് അവൾ അത് പറയുമ്പോൾ നിറഞ്ഞ ഒരു ചിരി ഉണ്ടായിരുന്നു ശിവയുടെ ചുണ്ടിൽ. അവളുടെ വാക്കുകൾ കേട്ടതും ബൾബ് കത്തിയതുപോലെ സിദ്ധുവിൻ്റെ മുഖം വിടർന്നു. അവനും നിറഞ്ഞു പുഞ്ചിരിച്ചു. വൈഭവിനെ ശിവാമി മനസ്സിലാക്കി തുടങ്ങി എന്നത് അവനിൽ സന്തോഷം നൽകി. എൻ്റെ സേതു, കുട്ടികൾ ഇങ്ങ് എത്തും. നീ ആ മുറ്റത്ത് നിന്ന് ഇങ്ങ് കയറ്. വെയിലായി തുടങ്ങി. മുറ്റത്തിറങ്ങി വഴിയിലേക്ക് തന്നെ കണ്ണു നട്ട് നിൽക്കുന്ന സേതുവിനെ നോക്കി ജാനുവമ്മ വിളിച്ചു. കുറച്ചു നേരമായിട്ടും വൈഭവിനെയും ശിവയെയും കാത്തു നിൽപ്പാണ് സേതു. ആ വരുക. ഒന്നുകൂടെ വഴിയിലേക്ക് നോക്കിയിട്ട് വാടിയ മുഖവുമായി സേതു വീട്ടിലേക്ക് തിരിഞ്ഞതും പെട്ടെന്ന് അവരുടെ മുറ്റത്തേക്ക് ഒരു കാർ ഹോണടിച്ച് കയറി വന്നു. ആ ജാനുവമ്മേ, എൻ്റെ കുട്ടികൾ ഇങ്ങെത്തി. വരുന്ന കാറ് കണ്ട് സന്തോഷത്തോടെ സേതു പറഞ്ഞു.
ഞാൻ അകത്ത് പോയി പറയാം. ജാനുവമ്മ അകത്തേക്ക് ഓടി. അച്ഛേ. കാറ് നിർത്തിയതും ശിവ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് സേതുവിനെ കെട്ടിപ്പിടിച്ചു. അയ്യേ, അച്ഛയുടെ ബാവ കരയാണോ? കല്യാണമൊക്കെ കഴിഞ്ഞു പോയ വലിയ പെണ്ണ് ഇങ്ങനെ മോങ്ങുമോ? സേതു അവളുടെ താടിത്തുമ്പ് ഒന്ന് ഉയർത്തി പിടിച്ച് കളിയോടെ ചോദിച്ചു. ആഹാ, നല്ലയാളായി പറയുന്നേ. ഇത്രയും നേരം മോള് വന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ കരഞ്ഞു തുടങ്ങിയേനെ. എന്നിട്ട് അവളോട് മോങ്ങി കാര്യം ചോദിക്കുന്നേ. അകത്തുനിന്ന് മുറ്റത്തേക്ക് വന്ന് അനിത പറഞ്ഞതും ശിവ അവരെ ഒന്ന് നോക്കി. അനിതമ്മേ, ഇതെപ്പോൾ വന്നു? അനിതയെ കണ്ടതും സേതുവിനെ വിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ശിവ. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. എന്നെ മറന്നത് നീയല്ലേ? അതല്ലേ കല്യാണം പോലും എന്നെ അറിയിക്കാതിരുന്നത്? അനിത ഇത്തിരി മുഖം കറുപ്പിച്ചു പറഞ്ഞതും ശിവയുടെ മുഖം വാടി. അയ്യേ, ഉടനെ മുഖം മാറ്റിയോ എൻ്റെ കാന്താരി? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ പെണ്ണെ. അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നല്ലോ, അതല്ലേ നീ അറിയിക്കാത്തത്? എനിക്കറിയില്ലേ നിന്നെ? അനിത ശിവയുടെ കവൾ ഒന്ന് പിച്ചി പറഞ്ഞതും ശിവ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. അല്ല, ഇതാരായി മാറി നിൽക്കുന്നേ? കാറിനടുത്ത് തന്നെ നിൽക്കുന്ന അപ്പുവിനെയും ആദിയെയും നോക്കി സേതു ചോദിച്ചപ്പോഴാണ് ശിവയും പെട്ടെന്ന് അവരുടെ കാര്യം ഓർത്തേ. അയ്യോ, ഞാൻ മറന്നു വച്ചാ. ഇതാ ഞാൻ പറയാനുള്ള എൻ്റെ അപ്പുമോള്. പിന്നെ ഇത് എൻ്റെ കുറുമ്പൻ ചെക്കൻ ആദി. ശിവ ഓടിച്ചെന്ന് അപ്പുവിനെയും ആദിയെയും ചേർത്ത് പിടിച്ച് സേതുവിനോട് പറഞ്ഞു. ആഹാ, ഇതല്ലേ അപ്പുക്കുട്ടി? മോൾക്കറിയോ ഞങ്ങളെ? പിന്നെ ഏട്ടത്തിയമ്മ എപ്പോഴും സേതുവച്ചൻ്റെ കാര്യം പറയും. പിന്നെ ചിത്തു ചേച്ചി, ജാനുവമ്മ, അങ്ങനെ ഇവിടുത്തെ കാര്യം എപ്പോഴും ഞങ്ങൾ സംസാരിക്കും. സേതു അപ്പുവിൻ്റെ കവളിൽ ഒന്ന് തട്ടി ചോദിച്ചതും അപ്പു ആവേശത്തോടെ സേതുവിനോട് പറഞ്ഞു. അപ്പു പറഞ്ഞത് കേട്ടതും സേതുവിന് സന്തോഷം തോന്നി. ശിവ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു പേടി അയാളിലുണ്ടായിരുന്നു. അല്ല മോളെ, വൈഭവ്? സേതു പെട്ടെന്ന് ചോദിച്ചു. അച്ഛേ, ഡോക്ടർക്ക് രാവിലെ ഒരു എമർജൻസി ഓപ്പറേഷൻ വന്നു. അർജൻറ്റായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുക. കഴിഞ്ഞാൽ ഉടൻ വരും. ശിവ പറഞ്ഞത് കേട്ടതും സേതുവിൻ്റെ മുഖം ഒന്ന് മങ്ങി. സേതു വച്ച, കുഞ്ഞേട്ടൻ അറിഞ്ഞുകൊണ്ട് വരാതിരുന്നതല്ല. ആളൊരു ഡോക്ടറല്ലേ? രോഗികളുടെ കാര്യമല്ലേ ഫസ്റ്റ് പ്രിഫറൻസ്. അതാ. സേതുവിൻ്റെ വാടിയ മുഖം കണ്ട് ആദ്യ പറഞ്ഞതും സേതു അവനെ നോക്കി ചിരിച്ചു. സാരമില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി. അതാ. അല്ല, എന്നാ മോള് അകത്തോട്ട് ചെല്ല്. ചിത്ത് നോക്കിയിരിക്കുക നിന്നെ. അല്ല, അപ്പോൾ വണ്ടിയിലെ സാധനങ്ങളൊക്കെ? സേതു പറഞ്ഞതും ശിവ കാറിലേക്ക് നോക്കി. അതൊക്കെ ഞാനും സേതുവച്ചനും കൂടി എടുക്കാം. ഏട്ടത്തി അകത്തോട്ട് ചെല്ല്. ആദി സേതുവിൻ്റെ കയ്യിൽ തൂങ്ങി പറഞ്ഞതും ശിവ അപ്പുവിനെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. അടുക്കളയിൽ നിന്ന് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിയതും ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ് ചൈത്ര. പെട്ടെന്നാണ് പിറകിൽ നിന്നവളെ ആരോ പുണർന്നത്. ശിവ. തന്നെ പുണർന്ന ആളെ മനസ്സിലായ ചൈത്ര കയ്യിലെ ജാർ താഴെ വെച്ച് അവളെ തിരിഞ്ഞു പുണർന്നു. കണ്ണീരിൻ്റെ നനവോടെ 2 ദിവസത്തെ അകൽച്ചയുടെ മുറിവ് പരസ്പരം പുണർന്നും പരാതി പറഞ്ഞും തീർക്കുകയായിരുന്നു അവരിരുവരും. നിനക്കൊരാളെ കാണിച്ചു തരട്ടെ? കുറച്ചു നേരത്തെ കെട്ടിപ്പിടുത്തവും വിശേഷം പറച്ചിലും കഴിഞ്ഞതും ശിവ ചൈത്രയോട് പറഞ്ഞു. അവൾ തല എനിക്ക് വേണമെന്ന് കാണിച്ചു. അപ്പുമോളെ, ഇതാ ഏട്ടത്തിയമ്മയുടെ ചിത്തു. ചൈത്രയെ ചേർത്ത് പിടിച്ച് അടുത്ത് നിൽക്കുന്ന അപ്പുവിനെ നോക്കി ശിവ പറഞ്ഞതും ചൈത്രയും അങ്ങോട്ടേക്ക് നോക്കി. അപ്പോൾ അപ്പു കണ്ണെടുക്കാതെ ചൈത്രയെ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ്. ഇതാ ചേച്ചിയല്ലേ? ചൈത്രയെ കണ്ട അപ്പുവിൻ്റെ മനസ്സിൽ ആലോചിച്ചു. അപ്പു കണ്ണെടുക്കാതെ ചൈത്രയെ നോക്കി. അപ്പു. ചൈത്രയെ തന്നെ നോക്കി നിൽക്കുന്ന അപ്പുവിനെ ശിവ എടുത്തു വിളിച്ചു. ആ ഏട്ടത്തിയമ്മേ, സോറി. ഞാൻ പെട്ടെന്ന് ഈ ചേച്ചിയുടെ സൗന്ദര്യം കണ്ട് അറിയാതെ നോക്കി നിന്നു പോയതാ. അപ്പു ഓടിച്ചെന്ന് ചൈത്രയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ആഹാ, ആള് കൊള്ളാലോ. വായാടി. ചൈത്ര അപ്പുവിൻ്റെ കവളിൽ ഒന്ന് തലോടി. പിന്നല്ലാതെ, ഞാൻ പറഞ്ഞില്ലേ ചിത്തു, എൻ്റെ കൊച്ചു കാന്താരിയാണ് ഇതെന്ന്. പിന്നെ ഒത്തിരി നീ അടുപ്പിക്കണ്ട കേട്ടോ. പറഞ്ഞു പോകാൻ ഇത്തിരി പാടാവും. ശിവ കളിയോടെ അപ്പുവിൻ്റെ കവളിൽ ഒന്ന് പിച്ചി. ആണോ? അത് സാരമില്ല. ഈ കുറുമ്പിയെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ? ചൈത്ര പറഞ്ഞു. പിന്നല്ലാതെ, എന്നെ ഒത്തിരി അങ്ങ് ഇഷ്ടമായെങ്കിൽ വേണേ എൻ്റെ ഏട്ടത്തിയമ്മയായിട്ട് ചിത്തു ചേച്ചിയും അങ്ങ് പോര്. കെട്ടാൻ നിൽക്കുന്ന ഒരേട്ടനും കൂടി ഉണ്ടെനിക്ക്. ആ പാവത്തിന് ഒരു ജീവിതവും ആവുമല്ലോ. ഇടി കാന്താരി. അപ്പു വിളിച്ചോണ്ട് പറഞ്ഞതും ശിവ ഒരു കളിയോടെ ശകാരത്തോടെ പെണ്ണിനെ അടിക്കാൻ കൈപൊക്കിയതും. വേണ്ടടാ, അവള് കളി പറഞ്ഞതാ. ചൈത്ര അപ്പുവിനെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. ഇതിനോടകം ചൈത്രയ്ക്കും അപ്പുവിനെ ഒരുപാട് ഇഷ്ടമായി. അപ്പുവും ശിവയും ചൈത്രയും മൂവരും തമ്മിൽ ഒരു സ്പെഷ്യൽ ബോണ്ട് രൂപപ്പെട്ടു. നവസിലുള്ളവർക്കായി വാങ്ങിയ ഡ്രസ്സുകളെല്ലാം ഏവർക്കും കൊടുക്കാൻ ശിവയ്ക്കൊപ്പം അപ്പുവും ആദിയും കൂടി. ഡ്രസ്സുകളെല്ലാം വാങ്ങി വന്നതിൽ സേതു ഒരു അനിഷ്ടം കാണിച്ചെങ്കിലും വൈഭവിൻ്റെ ഇഷ്ടമാണ് ഇതെന്ന് പറഞ്ഞ് ശിവ അയാളെ സമാധാനിപ്പിച്ചു. അപ്പോഴും വൈഭവ് എത്താത്തതിൽ സേതു ഉൾപ്പെടെ അവിടെയുള്ളവർക്കെല്ലാം ചെറിയൊരു വിഷമം തോന്നി. ഉച്ച ആയതും ശിവ ഒഴികെ എല്ലാവരും കഴിക്കാനായിരുന്നു. അവൾക്കെന്തോ വൈഭവിൻ്റെ അഭാവം വല്ലാതെ തോന്നിയിരുന്നു. അവിടുത്തെ കുട്ടികൾക്കൊപ്പം നിലത്ത് പായലിരുന്നാണ് അപ്പുവും ആദിയും കഴിച്ചത്. നവസും അവിടെയുള്ളവരുമെല്ലാം അവർക്കും ഒരുപാട് ഇഷ്ടമായി. ഒന്നിച്ചിരുന്ന് അവർക്കൊപ്പം കഴിക്കുന്നതും കളിക്കുന്നതും എല്ലാം ആദിക്കും അപ്പുവിനും പുതിയൊരു അനുഭവമായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായിരുന്നു. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള കേസായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്.
ഓപ്പറേഷൻ റൂമിൽ നിന്നിറങ്ങി വൈഭവ് നേരെ ക്യാബിനിലേക്ക് വന്നു. അവൻ്റെ ക്യാബിനിൽ സെപ്പറേറ്റ് ഒരു പ്രൈവറ്റ് റൂമുണ്ട്. ഒരു മിനി ഫ്രിഡ്ജും ടിവിയും പ്രൈവറ്റ് ബാത്റൂം തുടങ്ങി അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ആ റൂമിലുണ്ട്. നേരെ മുറിയിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി വൈഭവ്. അവൻ അത്രയ്ക്ക് ക്ഷീണിച്ചിരുന്നു. കുളി കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ശിവയുടെ വീട്ടിൽ ഒന്ന് കയറണമെന്നുള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കൂടി അവൻ കരുതിയിരുന്നു. ഹലോ വൈഭവ് സാർ, തിരക്കാണോ? പ്രൈവറ്റ് റൂമിൽ നിന്നിറങ്ങി ക്യാബിനിലെ മേശപ്പുറത്ത് നിന്ന് ചാർജ് ചെയ്യാൻ വെച്ച തൻ്റെ ഫോൺ എടുത്ത് അതിലെ മെസ്സേജുകൾ നോക്കുന്നതിനിടയിൽ ഡോറ് തുറന്നു വന്ന റോയി ചോദിച്ചു. കുറച്ച് തിരക്കാണെങ്കിൽ ഫോണിൽ നിന്ന് തന്നെ കണ്ണെടുക്കാതെ വൈഭവ് അവന് മറുപടി കൊടുത്തു. റോയിയും സവർണയിലെ ഡോക്ടറാണ്, ഓർത്തോ സർജൻ. ആളുടെ സ്വഭാവം പറയണമെങ്കിൽ പക്ക കോഴി എന്ന് തന്നെ പറയാം. ഒരു തുണി എവിടെയെങ്കിലും ചുറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ആള് മണം പിടിച്ച് അവിടെ എത്തും. വൈഭവിന് അവനെ അത്ര താല്പര്യമില്ല. റോയിയുടെ വല്യപ്പച്ചനും ശേഖരവർമ്മയും സുഹൃത്തുക്കൾ തന്നെയാണ്. അങ്ങനെയാണ് റോയി സൗപർണികയിൽ കയറിപ്പറ്റിയത്. അല്ല വൈഭവ്, നിന്റെ മാരേജ് കഴിഞ്ഞെന്ന് അറിഞ്ഞു, ശരിയാണോ? ആണെങ്കിൽ ഒരു പിരിയം ഒന്ന് പൊക്കി വൈഭവ് ഗൗരവത്തിൽ ചോദിച്ചു. കാമൺ മാൻ, എനിക്കറിയില്ലേ നിന്നെ? ദി ഗ്രേറ്റ് വൈഭവ് മഹേന്ദ്രവർമ്മ അങ്ങനെ ഒരു പെണ്ണിൽ ഒതുങ്ങുന്നവനല്ലല്ലോ. സോ അതെനിക്കറിയാം. അതുകൊണ്ട് നിന്റെ ആവശ്യം കഴിയുമ്പോൾ എനിക്കൊന്ന് തന്നൂടെ അവളെ? ഒരുതരം ചിരിയോടെ റോയി അത് ചോദിച്ചതും അടുത്ത നിമിഷം അവൻ നിലംപതിച്ചു. ഇത്തിരി ചാരി തലയൊന്ന് കുടഞ്ഞു പതിയെ കൈകുത്തി അവൻ എഴുന്നേക്കാൻ നോക്കി. മൂക്കിലും തലയിലും അസഹ്യമായ വേദന. നിലത്ത് വീഴുന്ന ചോര കണ്ട് മൂക്കൊന്ന് പിടിച്ചു നോക്കി. മൂക്കിൻ്റെ പാലം തകർന്ന് ചോര പച്ചവെള്ളം പോലെ താഴേക്ക് ഒഴുകുകയാണ്. അപ്പോഴാണ് റോയി തലപൊക്കി ഒന്ന് നേരെ നോക്കിയത്. ഒരു മങ്ങിയ രീതിയിൽ കൈകുടയുന്ന വൈഭവിനെ കണ്ടപ്പോഴാണ് അവൻ തന്നെ ഒറ്റയടിക്ക് അടിച്ചിട്ടതാണെന്ന ബോധം റോയിക്ക് വന്നത്. നിലത്ത് വീണ് കിടന്നവൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് വൈഭവ് അവന് നേരെ അലറി. അവൻ്റെ കണ്ണിൽ അപ്പോൾ ഉണ്ടായിരുന്ന തീ കണ്ട് റോയ് ഒന്ന് വിറച്ചുപോയി. നിന്റെ നാവിൽ നിന്ന് ഇനി ശിവയെപ്പറ്റി അസഭ്യം പറഞ്ഞാൽ ആ നാവ് ഞാനിങ്ങ് അരിഞ്ഞെടുക്കും, ഓർത്തോ നീ? പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും നിലത്തേക്കിട്ടു വൈഭവ്. ഇന്നത്തോടെ സൗവർണയിലെ ഡോക്ടർ റോയിയുടെ സേവനം കഴിഞ്ഞു. കിട്ടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മേടിച്ചിട്ട് ഇന്ന് ഇറങ്ങിക്കോണ നീ, കേട്ടോടാ? വൈഭവ് വീണ്ടും അവന് നേരെ ആക്രോശിച്ചതും റോയ് പേടിയോടെ തലയാട്ടി. ഫോണും കീയും എടുത്ത് വൈഭവ് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി. റോയ് ശിവയെപ്പറ്റി പറഞ്ഞത് അവൻ്റെ കാതിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. അവന് വല്ലാത്ത ദേഷ്യവും അസ്വസ്ഥതയും കൂടി. എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നി. അവൻ നേരെ ഫോണെടുത്ത് നടാഷയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കടൽക്കാറ്റേറ്റു നഭസിൽ ഫ്രണ്ടിൽ ഗാർഡനിൽ ഇരിക്കുകയാണ് ശിവ. രാത്രി 7 മണി കഴിഞ്ഞു. ഇത്ര നേരമായിട്ടും വൈഭവിനെ കണ്ടില്ല. ഒരുപാട് വൈകിയപ്പോൾ ഫോണിൽ വിളിച്ചു നോക്കിയതാണ്. ഫോൺ കിട്ടാതെ വന്നപ്പോൾ ഹോസ്പിറ്റൽ തിരക്കി. അപ്പോൾ അറിഞ്ഞു ഓപ്പറേഷൻ വൈകുന്നേരം തന്നെ കഴിഞ്ഞുവെന്നും വൈഭവ് അപ്പോഴേ അവിടെ നിന്നും പോയെന്നും. ശിവയ്ക്ക് ആകെ നിരാശയും വിഷമവും തോന്നി. അവൻ എത്തുമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അവൾ. ശിവയെ നോക്കി വീടിൻ്റെ വാതുക്കൽ തന്നെ സേതുവും നിൽപ്പുണ്ടായിരുന്നു. ശിവയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഇനി ആ വൈഭവ് അവളെ പറ്റിക്കുന്നതാണോ സേതു? സേതുവിൻ്റെ അടുത്ത് വന്നു നിന്ന് അനിത അയാളോട് ചോദിച്ചു. അറിയില്ല, അവൻ ഇന്നിവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ പാതി വിശ്വസിച്ചേനെ. അവൻ്റെ അച്ഛനെ പോലെ ആവില്ല അവനെന്ന്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാനാണ് അവനും ഒരുങ്ങുന്നതെങ്കിൽ മാണിക്യമംഗലത്തെ കൊച്ചുമകനെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ണിൽ വല്ലാത്തൊരു പകയോടെ ശിവയെ നോക്കി പറയുന്ന സേതുവിൻ്റെ മുഖം കണ്ട് അനിത ഒന്ന് ഭയപ്പെട്ടു. അവൾക്ക് പഴയ സേതുവിനെ ഓർമ്മ വന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു കാർ വന്നു നിന്നു. കാറിൻ്റെ ഫ്രണ്ട് ലൈറ്റ് ശിവയുടെ മുഖത്തടിച്ചതും അവൾ കൈപൊക്കി അത് മറച്ചു. വന്നത് വൈഫിൻ്റെ കാറാകുമെന്ന് കരുതി ശിവ ചാടി എണീറ്റു. എന്നാൽ അത് ടാക്സി കാർ ആയിരുന്നെന്ന് കണ്ടതും അവളുടെ മുഖം വാടി. ഇതെല്ലാം കണ്ടു നിന്ന സേതുവിനും വല്ലാത്ത ദേഷ്യം തോന്നി. ആ കാറിൽ നിന്ന് ഒരു ടാക്സി ഡ്രൈവർ വെളിയിലേക്ക് ഇറങ്ങി. അത് കണ്ടതും ശിവ മുഖം കുനിച്ചു തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ഡോ ഭാര്യയെ! പെട്ടെന്ന് ഉച്ചത്തിലൊരു പിൻവിളി അവളെ തേടിയെത്തി. ആ ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ അധിക നേരം വേണ്ടി വന്നില്ല ശിവയ്ക്ക്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു ആ കാറിലെ ബാക്ക് സീറ്റിൽ നിന്നിറങ്ങി പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന വൈഭവിനെ. ശിവ വല്ലാത്തൊരു സന്തോഷത്തോടെ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. വീടിൻ്റെ വാതുക്കൽ നിന്ന സേതുവും അനിതയും വൈഭവിനെ കണ്ടു. താമസിച്ചപ്പോൾ ഞാൻ കരുതി വരില്ലെന്ന്. അല്ല, എന്താ താമസിച്ചേ? ഇതെന്താ ടാക്സിയിൽ വന്നേ? ഡോക്ടറുടെ കാർ എന്തിയേ? വൈഭവിനടുത്ത് ഓടിച്ചെന്ന ശിവ കിതപ്പോടെ അവനോട് ചോദിച്ചു തുടങ്ങി. എടോ, കുറച്ച് വിട്ട് ചോദിക്ക്. എല്ലാം ഇങ്ങനെ കൂടെ ഒറ്റയടിക്ക് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാടോ ഭാര്യയെ ഉത്തരം തരുന്നേ? അവനൊരു ചിരിയോടെ പറഞ്ഞത് കേട്ട് അവളും പെട്ടെന്നൊന്ന് ചിരിച്ചുപോയി. കുറച്ച് തിരക്കിൽ പെട്ടുപോയടോ. പിന്നെ വരും വഴി കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. സോ ഒരു ടാക്സി വിളിച്ചിങ്ങ് പോന്നു. അതെന്തിനാ ടാക്സി വിളിച്ചേ? സിദ്ധാർത്ഥ സാറിനെ വിളിച്ചാൽ പോരായിരുന്നോ? തനിക്കിപ്പം ഞാൻ ഇവിടെ വന്നതാണോ പ്രശ്നം, അതോ ഞാൻ സിദ്ധുവിനെ വിളിക്കാതിരുന്നതോ? ഏയ്, ഞാൻ ഡോക്ടർ ടാക്സിയിൽ വന്നത് കണ്ട് പറഞ്ഞതാ, സോറി. ശിവയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നിയത് കൊണ്ട് ശരിക്കും വൈഭവിനോട് എന്ത് പറയണമെന്നോ ചോദിക്കണമെന്നോ ഒരു പിടുത്തവും ഇല്ലാതെ നിൽപ്പായിരുന്നു. വൈഭവ് കുറച്ച് കവറുകളും കൂടി
കാറിൽ നിന്നെടുത്ത് ടാക്സിക്ക് പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇതെല്ലാം എന്താ? വൈഭവിന്റെ കയ്യിലെ കവർ നോക്കി ശിവ ചോദിച്ചു. കുറച്ച് ചോക്ലേറ്റ്സും ചീസുമാടോ, ഇവിടെ കുട്ടികളൊക്കെ ഇല്ലേ? അവളോട് പറഞ്ഞ് അവൻ മുൻപേ നടന്നു. അത് കേട്ടതും കണ്ണുകളിൽ അവൾക്ക് അതിശയമായി. പെട്ടെന്ന് ഡോക്ടർക്ക് ഇതെന്താ പറ്റി എന്നവൾ ഓർത്തു. നോക്കി നിൽക്കാതെ കൂടെ വാടോ ഭാര്യയെ, ഇത് എന്റെ ഭാര്യ വീടാ. പിറകിൽ കണ്ണും തള്ളി നിൽക്കുന്ന ശിവയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ വൈഭവ് വിളിച്ചതും ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ ശിവ അവന് പുറകെ ചെന്നു. എമർജൻസി ആയിട്ട് ഒരു കേസ് വന്നു, അറ്റൻഡ് ചെയ്തായിരിക്കാൻ പറ്റിയില്ല, അതാ വൈകിയെ. സേതുവിന്റെ അരികെ ചെന്ന് വൈഭവ് പറഞ്ഞു. അത് കേട്ടതും അനിതയുടെ മുഖമൊന്ന് വിടർന്നു. സേതുവിന്റെ മുഖത്ത് അപ്പോഴും നല്ല തെളിച്ചമില്ലായിരുന്നു. എങ്കിലും അയാളൊന്ന് ചിരിച്ചു. അവൻ സൗമ്യമായി പറഞ്ഞത് സേതുവിന് ഇഷ്ടമായി. വാ. സേതു വൈഭവിന്റെ തോളിലൊന്ന് പിടിച്ചു അകത്തേക്ക് കയറ്റി. വൈഭവ് വന്നത് നവസിലുള്ളവരെല്ലാം സന്തോഷത്തോടെ അവനെ പൊതിഞ്ഞു. കുട്ടികളും മുതിർന്നവരും എല്ലാം അവനോട് മിണ്ടാൻ ഓടി വന്നു. എന്നാൽ അവൻ ആരെയും നിരുത്സാഹപ്പെടുത്താതെ എല്ലാവരോടും ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറഞ്ഞു. ചൈത്ര മാത്രം വൈഭവിന് അടുത്തേക്ക് പോയില്ല. കുറച്ചു മാറി ഒരകലത്തിൽ അവൾ നിന്നു. പെട്ടെന്ന് കുറേ പേർ ചുറ്റും കൂടിയതും കുശലം ചോദിക്കുന്നതുമെല്ലാം അവനെ ശരിക്കും അസ്വസ്ഥനാക്കുന്നുണ്ട്. ശിവയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛേ? വൈഭവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ ശിവ സേതുവിനോട് ചോദിച്ചു. അതെന്ത് പറച്ചില്ല? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നിട്ട് കഴിക്കാതെ പോകണ്ട, ജാനുമ്മ തടസ്സം പറഞ്ഞു. കൂട്ടത്തിൽ അനിതയും എല്ലാവരും കൂടെ നിർബന്ധിച്ചു. അവൻ ശിവയെ നോക്കിയതും അവൾ പതിയെ പ്ലീസ് എന്ന് അവനോട് പറഞ്ഞു. എന്തോ അവളുടെ ആ അപേക്ഷ അവന് തള്ളിക്കളയാൻ തോന്നിയില്ല. വൈഭവ് കഴിക്കാനായിരുന്നു. അയ്യോ, ഇതെന്താ മോന്റെ കൈക്ക് പറ്റിയേ? കഴിക്കാനായിരുന്നതും വൈഭവിന്റെ വലത് കൈയിലെ പാട് കണ്ട് ജാനുമ്മ ചോദിച്ചു. അതൊന്നുമില്ല, ചെറിയ മുറിവ. വൈഭവ് കൈ മറച്ചു പിടിച്ചു പറഞ്ഞു. ജാനുമ്മ പറഞ്ഞത് കേട്ട ശിവ വെപ്രാളത്തോടെ അവന്റെ അടുത്ത് വന്നിരുന്നു. കാണട്ടെ, എന്താ പറ്റിയേ? അവന്റെ കൈ പിടിച്ചു നോക്കി. വലത് കൈയിലെ വിരൽമുട്ടിൽ ചുവന്നു വീങ്ങി കിടക്കുന്ന പാട് കണ്ടതും ശിവയ്ക്ക് പെട്ടെന്നൊരു വേദന തോന്നി. അവൾ ആ മുറിപ്പാടിലേക്ക് തന്നെ നോക്കി. ചെറുതാടോ, ചെറിയ പോറല്ല, മാറിക്കോളും. അവൻ പറഞ്ഞത് കേട്ട ശിവ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അപ്പോൾ ചുവന്നു നിറഞ്ഞ അവളുടെ കണ്ണുകൾ കണ്ട് വൈഭവ് ഒന്ന് ഞെട്ടി. തനിക്ക് വേണ്ടിയാണോ ഈ കണ്ണുകൾ നിറഞ്ഞത്? അവൻ ഉള്ളാലെ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല. അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് തന്റെ മിഴി മാറ്റി ഗൗരവത്തിൽ പറഞ്ഞു. ഇനി ആ കൈകൊണ്ട് കഴിക്കണ്ട, ഞാൻ വാരിത്തരാം മോന്. വൈഭവിന്റെ അടുത്തേക്കിരുന്ന് ജാനിയമ്മ പറഞ്ഞു. അവൻ എന്തേലും മറുത്ത് പറയും മുന്നേ വിളമ്പിയ ചോറിൽ ഒരു ഉരുളയെടുത്ത് ജാനുമ്മ അവന് നേരെ നീട്ടി. ദാ കഴിക്ക്. ജാനുമ്മ പറഞ്ഞതും വൈഭവ് അറിയാതെ വാ തുറന്നു കൊടുത്തു. അവർ വാത്സല്യത്തോടെ അവനെ ഊട്ടി. വൈഭവിന്റെ പൂച്ച കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. കഴിക്കുന്നതിനിടയിൽ ആരും കാണാതെ അവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി. പക്ഷേ അവനിൽ തന്നെ മിഴിനാട്ടിയിരുന്ന ശിവയുടെ കണ്ണുകൾ അത് അപ്പാടെ ഒപ്പിയെടുത്തിരുന്നു.